നമസ്കാരം. കേരളത്തിൽ മുൻപ് നിലനിന്നിരുന്ന കാലാവസ്ഥയല്ല കുറച്ച് വർഷങ്ങളായി നിലനിൽക്കുന്നത്. 2018 ആരംഭിച്ചതാണ് ദുരിതങ്ങൾ. ഇന്നും അതിന് അവസാനമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, മഴ ആരംഭിച്ചാൽ ദുരിതങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോഴും മഴ തുടരുന്ന സന്ദർഭമാണ് നിലനിൽക്കുന്നത്. പേമാരിയും ഉരുൾപൊട്ടലും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേരളം. കാലാവസ്ഥാ വിദഗ്ധരുടെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലഘുമേഘ വിസ്ഫോടനത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന തരത്തിൽ മഴ പെയ്യുന്ന പ്രദേശമായി വടക്കൻ കേരളം മാറിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പശ്ചിമഘട്ട പ്രദേശത്ത് കൊങ്കൺ മേഖലയിലായിരുന്നു മുൻപ് തീവ്ര മഴ പെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ മംഗലാപുരത്ത് നിന്ന് വടക്കോട്ടുള്ള ഭാഗത്താണ് ലഘുമേഘ വിസ്ഫോടനം എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന അതിതീവ്ര മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന അറബിക്കടൽ കൂമ്പാര മേഘങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോട്ട്സ്പോട്ടായി മാറിയിരിക്കുകയാണ് എന്ന് പഠനത്തിൽ കണ്ടെത്തിയതായി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ അഡ്വാൻസ് സെന്റർ ഫോർ അറ്റ്മോസ്ഫെറിക് റഡാർ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ മേഘരൂപവൽക്കരണമാണ് വയനാട് ദുരന്ത സമയത്ത് ഉണ്ടായത്. വയനാടിന്റെ പടിഞ്ഞാറൻ മേഖലകളിലായി, അതായത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് 50% ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളാണ്. അതിൽ ഏറ്റവും ദുരന്ത സാധ്യതയുള്ള മേഖലയാണ് മേപ്പാടിക്കടുത്ത മുണ്ടക്കൈ പ്രദേശം. അവിടെയാണ് മേഘരൂപവൽക്കരണം ഉണ്ടായതും ഇത്ര വലിയ ദുരന്തത്തിന് വഴിവെച്ചതും. 2019 ഉരുൾപൊട്ടിയ പുത്തുമലയുടെ അടുത്താണ് ഇപ്പോൾ ഉരുൾപൊട്ടിയ മുണ്ടക്കൈ. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മേഘഘടനയിലുണ്ടായ മാറ്റവുമാണ് ഇപ്പോൾ ആ പ്രദേശത്ത് ദുരന്തത്തിന് കാരണമായത്. പുത്തുമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പഠനം നടത്തിയപ്പോഴാണ് മേഘഘടനയിലെ ഈ മാറ്റവും കേരളത്തിന്റെ അറബിക്കടൽ ഭാഗത്ത് കട്ടികൂടിയ മേഘങ്ങൾ വളരെ ഉയരത്തിൽ രൂപപ്പെട്ടതും വ്യക്തമായത്. അതേ രീതിയിലുള്ള രൂപവൽക്കരണമായിരുന്നു ദുരന്ത സമയത്ത് മുണ്ടക്കയിലുണ്ടായത്. അതിതീവ്ര മഴയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണമെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി പൂനെയിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ റോക്സി മാത്യു കോൾ പറഞ്ഞു. തുടർച്ചയായി പെയ്യുന്ന അതിതീവ്ര മഴയാണ് ചൂരൽമലയിൽ ഉരുൾപൊട്ടലിന് കാരണമായത്. ചെങ്കുത്തായതും ബ്ലാക്ക് ലാറ്ററൈറ്റ് വിഭാഗത്തിലുള്ളതുമാണ് ചൂരൽമലയിലെ മണ്ണ്. ഇത് വെള്ളത്തെ നന്നായി പിടിച്ചു നിർത്തുകയും അതേസമയം മർദ്ദം അധികമായി കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തേക്ക് തള്ളിപ്പോവുകയും ചെയ്യുമെന്ന് കുസാറ്റ് റഡാർ ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ MG മനോജ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം കാലാവർഷക്കാലത്ത് മൊത്തം ലഭിക്കേണ്ട മഴ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായി ലഭിച്ചതാണ് ഈ ദുരന്തങ്ങൾക്കുള്ള പ്രധാന കാരണമെന്ന് കാലാവസ്ഥാ ഗവേഷകൻ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ പറഞ്ഞു.